കിട്ടി സാറേ, കിട്ടി. എന്റെ ആദ്യത്തെ വരുമാനം കിട്ടി 2 ലക്ഷം രൂപ. 2 ലക്ഷം. 2 ലക്ഷം. ആ, ഈ ആളെ പരിചയപ്പെടണത്തോ, ഈ കുട്ടിയെ പരിചയപ്പെടണം. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവനവന് സ്കില്ലുണ്ടെങ്കിൽ എവിടെ എത്താന്നുള്ളതിന്റെ തെളിവുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് സിനാനാണ്. സിനാന്റെ വീട് എവിടെ? ഏലം. ആരാ 2 ലക്ഷം രൂപ ആദ്യത്തെ വരുമാനം തന്നത്? റാക്ക് എന്ന് പറഞ്ഞത് വലിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. എന്ത് ധൈര്യത്തിൽ അവർ തന്നത്? അവരിന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആശയം ഇഷ്ടപ്പെട്ടു, ഐഡിയ ഇഷ്ടപ്പെട്ടു അല്ലേ? തന്നു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കടവ് റിസോർട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് എനിക്ക് റാക്കിന്റെ ഒരു ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയിരുന്നു പ്രോഗ്രാമില്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ കുട്ടി, 16 വയസ്സ്, എത്ര വയസ്സാ? 17കാരന് 2 ലക്ഷം രൂപ അവര് കൈമാറുന്നുണ്ട്. വലിയ സപ്പോർട്ടായി. അത് ജീവിതത്തിൽ ആദ്യത്തെ ഇതാണോ, ക്യാഷ് ആണോ, പ്രൈസ് ആണല്ലേ? ഈ പൈസ എന്തിനാ ഇനി ഉപയോഗിക്കുന്നത്? ഇതിനൊരു മെഷീൻ ഉണ്ട്, അത് ഉണ്ടാക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ് മാനേജ്മെന്റ് അല്ല അവിടെ വെച്ച് പറഞ്ഞത്. വേസ്റ്റ് ഇപ്പോ ലോകത്ത് ഭയങ്കര എന്താ പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ് ചെയ്യാന്നുള്ളത്. അതിനുള്ള അപ്പൊ അതിന് വേണ്ടിട്ട് പരിഹാരം. അടിപൊളി. നീ എന്ന് മുതലാണ് ഇത് ചിന്തിക്കാൻ തുടങ്ങിയത്? ഞാന് 9th സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ ടൈമില് എവിടെങ്കിലും ഇത് പ്രസന്റ് ചെയ്തിരുന്നോ? ഞാൻ സ്കെയിലപ്പ് വില്ലേജ് പരിപാടി ഉണ്ടായിരുന്നില്ല, അതില് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വലിയൊരു മൂവ്മെന്റ് ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്കെയിലപ്പിലാണ് ഷിബിൽ സാറിനെ മീറ്റ് ചെയ്യുന്നത്. ഷിബിൽ സാറിന്റെ അടുത്ത് പിച്ച് ചെയ്ത്, ഷിബിൽ സാറിന്റെ അടുത്ത് പിച്ച് ചെയ്ത് ഷിബിൽ സാറിന് ഇഷ്ടപ്പെട്ടു. ഷിബിൽ സാറ് പിന്നെ ഇങ്ങനെയുള്ള പിച്ചിങ്ങിന്റെയും മറ്റു പ്രോഗ്രാംസിനൊക്കെ എന്നെ കൊണ്ടുപോയി എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ അവസാനം റാക്കിന്റെ ഇപ്പോ പരിപാടിക്ക് എനിക്ക് 2 ലക്ഷം രൂപ വലിയൊരു ഹെൽപ്പ് ആയോ? ഉറപ്പായും. എന്തുകൊണ്ട്? ഇപ്പൊ എന്താ എവിടെ എത്തിയ മെഷീൻ കണ്ടെത്തല്? സ്റ്റേജിലെത്തി. മെഷീന്റെ MVP-ന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് എത്തിയിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ആണല്ലേ? ഇനി പിന്നെ എങ്ങനെ ഈ ഐഡിയ നിനക്ക് കിട്ടിയത്? എങ്ങനെ ഈ ചിന്തയിലേക്ക് വന്നത്? അത് സ്കൂളുകൾക്ക് കയറുമ്പോ തന്നെ അതിന്റെ 2 സൈഡിലും വേസ്റ്റ് കിടക്കുക. അത് നമ്മള് മോർണിംഗ് ചെല്ലുമ്പോ ഭയങ്കര വൃത്തികേടാകാരം. പിന്നെ NCC-കാരും NSS-കാരും എപ്പോഴേലൊക്കെ വീക്ക്ലി വൺസ് ഒക്കെ എടുത്തുകൊള്ളൂ. പല സ്കൂളിലും തന്നെയാണ് സ്ഥിതി. അതാണ് സ്കൂളിലല്ല, ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും വേസ്റ്റ് ആണ് ഒരു പ്രോബ്ലം, ആഗോളതലത്തിലുള്ള പ്രോബ്ലം ആണ്. ഞാൻ അങ്ങനെ ചിന്തിച്ച് അവസാനം ഇങ്ങനെ കുറെ തപ്പി അവസാനം ഇന്റർനെറ്റിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഒരു മിഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടത്. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉള്ളത്, അതിൽ വെറും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഡംപ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പ്രശ്നമാണ്. പിന്നെ അതിൽ പോരാത്തതിന് അതിന്റെ റിവാർഡിങ് സിസ്റ്റം ഭയങ്കര ലാഗിങ് ആണ്. അതായത് വേസ്റ്റ് ഇടുന്ന ആളുകൾക്ക് റിവാർഡ് കിട്ടുമ്പോഴാണ് അങ്ങനെ എന്തോ പോയിന്റ് ഉദ്ദേശിച്ചത്. റിവാർഡ് കിട്ടുമ്പോ അതായത് ഒരു ശീലം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിനോ അല്ലെങ്കിൽ ശരീരത്തിനോ എന്തെങ്കിലും ഗുണമുള്ള കാര്യമായിരിക്കണം. അത് 21 ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ശീലം തുടർച്ചയായിട്ട് ഉണ്ടാവുക. ഒരാളിൽ ഒരു ശീലം വളർത്തണമെങ്കിൽ 21 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ശീലം വളരുന്നതാണ്. അപ്പോ ഇങ്ങനെ ശീലം വളരാൻ അത് അവര് ഇതിൽ കൊണ്ടുവന്നിടുമ്പോ റിവാർഡ് കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റില് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും സ്ഥലത്ത് ഇടുമ്പോ അതിനെന്തെങ്കിലും കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഉത്സാഹമായിരിക്കും എന്നാ പറഞ്ഞത്. 21 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അവന്റെ ഹാബിറ്റായി മാറുന്നതാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്താണ് ഫ്യൂച്ചറിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ, എങ്ങനെയായിരിക്കും, എന്താണ് പദ്ധതി? ഇതിനൊരു ആപ്ലിക്കേഷൻ വരും, ആപ്പ് ഉണ്ടാവും, അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ സ്കൂളിൽ നിന്നുള്ള ഐഡന്റിറ്റി കാർഡ് യൂസ് ചെയ്തിട്ട് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ആദ്യഘട്ടം. എന്നിട്ട് ആ ഒരു മെഷീൻ ഉണ്ടാവും സ്കൂളുകളിൽ. ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം എവിടെ കൊടുക്കണത് മെഷീന്? എന്റെ നാട്ടിലെ സ്കൂള് GHSS കുന്നക്കാവ്. ഏതാ GHSS കുന്നക്കാവ്? അടിപൊളിയാളടാ, ഇത് ഭയങ്കര സംഭവം. എന്നിട്ട് ആ മെഷീന്റെ വർക്ക് ഇപ്പൊ എവിടെ എത്തി? പ്രോട്ടോടൈപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ കൊണ്ടുവന്ന വേസ്റ്റിനെ ഒരു റിവാർഡിങ് കോയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് ആപ്പിലേക്ക് ഒരു ഫോർ എക്സാമ്പിൾ
ഇപ്പൊ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ കവർ ഫുഡ് സ്ഥലത്തിടാനുള്ള സൗകര്യം ഉണ്ടാവും. അല്ല, ഒറ്റ ഒന്നിലിട്ടായി അത് സെഗ്രിഗേറ്റ് ഓട്ടോമാറ്റിക് സെപ്പറേറ്റ് ആവും. ഓ ഗ്രേറ്റ്. എന്നിട്ട് ഇടുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് നമ്മളെ ഫോണിലോട്ട് ആപ്ലിക്കേഷനിലോട്ട് കയറുന്നു. അത് നമുക്ക് എന്താ ഗൂഗിൾ പേ, ഫോൺ പേ വഴി നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ എമൗണ്ട് പിന്നീട് ഒരുമിച്ച് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. പൈസ ആയിട്ട് വരും. അടിപൊളിയടാ, അടിപൊളിയുള്ള സംഭവം കൊള്ളാലോ. എന്നിട്ട് അങ്ങനെ ആവുമ്പോ എന്താ സംഭവിക്കാം? അപ്പൊ കുട്ടികൾക്ക് റിവാർഡ് കിട്ടും എന്നുള്ള ഒരു ആവേശത്തിൽ കുട്ടികൾ വേസ്റ്റ് അതിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എങ്ങനെ ഈ ആശയം കിട്ടിയത്? ആശയം എന്താ, അങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ നേരത്തെ ശരിക്കും എന്താവാൻ ആഗ്രഹം നിനക്ക്? കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാനായിരുന്നു ആഗ്രഹം. ഇങ്ങനെ ആശയം മനസ്സിലുണ്ടായപ്പോ ഇങ്ങനെ അതിന്റെ പിന്നാലെ നടന്ന് ഒരു എന്റർപ്രണർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ആണല്ലേ? ഭാവിയിൽ വലിയൊരു എന്റർപ്രണർ ആവണം എന്നുള്ള. ഏത് മേഖലയില അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് വിജയിപ്പിക്കാന്നുള്ളത് വിജയിപ്പിക്കാന്നുള്ളതാണ്. എങ്ങനെയുണ്ട് റാക്കിന്റെ സപ്പോർട്ട്? ഇതിന്റെ ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണല്ലേ? ഓക്കെ. ആരാ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ, ഉപ്പ, രണ്ടനിയത്തിമാര്, ഒരു കാക്ക. ആണല്ലേ? എന്തോരം സപ്പോർട്ട് അങ്ങനെ ഉണ്ട്? ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ ആദ്യമൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വലിയൊരു ആശയം ഇംപ്ലിമെന്റ്, ചെറിയ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഒരു നമുക്ക് അങ്ങനെയല്ല, നമ്മള് അത്രയും ചെറിയ പ്രായത്തിലായതുകൊണ്ട് പേരൻസിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ ഒന്നും പോകാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോ ഉപ്പ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു. എന്താ സ്ഥിതി ഇപ്പൊ? ഉമ്മ എന്താ പറയണത്? ഇപ്പൊ ഉമ്മ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പ്രത്യേകം സപ്പോർട്ടാണല്ലേ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഏത് റൂട്ടൊക്കെ പോവാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും നന്നായി. ഇപ്പം മൊത്തത്തിൽ വലിയ എന്നാ നമ്മളെ മെഷീൻ പരിചയപ്പെടുത്താൻ പറ്റുക? മേ ബി നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് നമ്മുടെ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തൂലേ? പിന്നെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.